ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്തിരുന്നിട്ടില്ല. ഇങ്ങനെ 9-ാം തീയതി ആകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു സിനിമ കാണാൻ വേണ്ടി. അതിന്റെ പ്രധാന കാരണം നിസാം ബഷീർ, റോഷാക്കും കെട്ടിയാളന്റെ മാലാഖ എടുത്ത നിസാം ബഷീർ. അതുപോലെ തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് സമീർ അബ്ദുള്ളാണ്. കെട്ടിയാളന്റെ മാലാഖ, റോഷാക്ക്, അഡ്വഞ്ചർ സോമനക്കുട്ടൻ. അഡ്വഞ്ചർ സോമനക്കുട്ടനൊക്കെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് പേഴ്സണലി എനിക്ക്. അതുപോലെ തന്നെ റോഷാക്കും. അപ്പോൾ അവരുടെ ഒരു കോമ്പിനേഷനിൽ പുതിയൊരു സിനിമ വരുന്നു. ജെയ്ക്സ് ബിജോയ് മ്യൂസിക്, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, പാർവതി തിരുവോത്ത്, അശോകൻ, അങ്ങനെ പിന്നെ വിജയരാഘവൻ തുടങ്ങി കുറേ നല്ല ആക്ടേഴ്സ് കാര്യങ്ങളെല്ലാം. പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ തുടക്കം തൊട്ട് സിനിമ കാണണം, എന്നാലേ നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് വരത്തിട്ടുള്ളൂ. ആ രീതിയിലാണ് സിനിമ തുടങ്ങുന്നത്. അതായത് വെരി ഫസ്റ്റ് സീൻ തൊട്ട് സിനിമയിലെ ടവാന്നിങ്ങനെ മേലോട്ട് കയറി പോവാണ്. കാര്യം അതേപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആദ്യ സമയത്തുള്ള ഒരു കാർ ചേസും ഒരു ആക്സിഡന്റ് പരിപാടിയും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. കിഡിലോട്ടാണ് ആ സീനൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ പടം തുടക്കം, അതായത് വെരി ഫസ്റ്റ് സീൻ തൊട്ട് കാണാം. ഒരു വെരി ഫസ്റ്റ് സീൻ തൊട്ട് അങ്ങ് തുടങ്ങുവാണ് പരിപാടികൾ. അതായത് വേറൊരു മൂഡിലേക്കാണ് സിനിമ തുടങ്ങി വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ പടപടാന്ന് ഇങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് വളരെ സ്പോയിലർ ഇല്ലാതെ പറയുകയാണെങ്കിൽ ഒരു സാധാരണ സെക്രട്ടേറിയറ്റ് ജോലിയുള്ള ഒരു മനുഷ്യന്റെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് സംഭവങ്ങൾ ഉണ്ടാകുന്നു. അത് അയാൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അത് അയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കാണിച്ചിട്ടാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം ഇങ്ങനെ മുമ്പോട്ട് പോയത്. പൃഥ്വിരാജാണ് ആ കഥാപാത്രം ചെയ്യുന്നത്. പാർവതി തിരുവോത്താണ് ഭാര്യ, 2 കുട്ടികളുണ്ട്. അവരുടെ ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെ കാണിച്ചിട്ട് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഉണ്ടല്ലോ, വേറൊരു മേക്കിംഗ് ആയിരുന്നു, വേറൊരു മൂഡ് ക്രിയേറ്റ് ചെയ്ത്. കാരണം ഇതിനു മുമ്പ് മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടില്ല എന്ന ഫീലിൽ തന്നെ സിനിമ ഇങ്ങനെ മുമ്പോട്ട് പോയി. ഒരു മനോഹരമായൊരു ഒരു ഒരു ഇന്റർവെൽ ബ്ലോക്കും ഞെട്ടി. അതായത് അടിപൊളി. ഇനി പടം കൊളുത്തി എന്നുള്ള സന്തോഷം മനസ്സിൽ എന്തായാലും ഉണ്ട്. കാരണം നല്ലൊരു സിനിമ കാണാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തുള്ള എന്നൊരു സന്തോഷം മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. ഇന്റർവെൽ കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സിനിമയുടെ ഗ്രാഫും സിനിമയുടെ ആ ഓളവും ഒക്കെ ഇങ്ങനെ പതുക്കെ താഴ്ത്തു പോയി തുടങ്ങി. കാര്യം വേറൊരു മൂഡിലേക്ക് സിനിമ പോയി. അതായത് ഇത്ര നേരം നമുക്ക് ക്രിയേറ്റ് ചെയ്തിരുന്ന മൂഡിൽ നിന്നൊക്കെ മൊത്തത്തിൽ മാറി വേറൊരു രീതിയിലേക്ക് കഥകൾ പറഞ്ഞു പോകുന്ന ലെവലിലേക്ക് സിനിമ താന്നു പോയതുപോലെ തോന്നി. സ്പോയിലർ ഉള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാത്തത്. പിന്നെ ഇടയ്ക്ക് വെച്ച് വീണ്ടും സിനിമയ്ക്ക് ഒരു ഹൈയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും പിന്നെ സോഷ്യൽ മീഡിയ, രാഷ്ട്രീയം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലോട്ടൊക്കെ സിനിമ പോയത് സിനിമയുടെ മൊത്തത്തിലുള്ള ആസ്വാദനത്തെ ബാധിച്ചു. ഒരു നല്ല ഒരു ഫസ്റ്റ് ഹാഫും ഒരു ഭേദപ്പെട്ട ഒരു സെക്കൻഡ് ഹാഫും ഉള്ള ഒരു വെരി നോർമൽ സിനിമ എന്ന രീതിയിലേക്ക് സിനിമ താഴ്ത്തു പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് കുറേ സമയത്തൊക്കെ അത് ഇന്റർവെല്ലിന്റെ, അതായത് രണ്ടാം പകുതി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സിനിമ ഉണ്ടല്ലോ വളരെ നോർമൽ ഒരു ആക്ഷൻ പടം പോലത്തെ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോയി. അതിനകത്തിരിക്കുന്ന സ്റ്റണ്ടും അത് ഒരു വളരെ സാധാരണക്കാരന് ഒരാളുടെ സ്റ്റണ്ട് ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഓർഡിനറി സ്റ്റണ്ട് പരിപാടികളൊന്നും അല്ല. പക്ഷെ അതൊക്കെ വളരെ മര്യാദയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും ആ സിനിമയുടെ, അതായത് ഒരു ബ്രില്യൻ സിനിമയുടെ ലെവലിൽ നിന്ന് മാറി ഒരു വളരെ വളരെ നോർമൽ ഒരു ആക്ഷൻ സിനിമ സീക്വൻസ് കാര്യങ്ങളിലേക്ക് പോയതുപോലെ പേഴ്സണലി എനിക്ക് തോന്നി. അപ്പം എൻ്റെ വെർഡിക്റ്റ് പറഞ്ഞാൽ എനിക്ക് ഒരു വളരെ നോർമൽ സിനിമ എന്നതിന് മേളിലേക്ക് നോബഡി ഒന്നും തന്നില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് അതിനു വേണ്ടി സന്തോഷം തന്നതുകൊണ്ട് ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുകയാണ്. വൺ ടൈം വാച്ചബിൾ ആണ്. ഫാമിലിയായിട്ട് പോയിരുന്ന് കാണാം. അത്യാവശ്യം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള സിനിമയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. അപ്പോൾ ഓക്കെ.